വടകര വിലങ്ങാട് വനമേഖലയിൽ കുടുങ്ങിയ യുവാക്കളെ കണ്ടെത്തി. പോലീസും വനം വകുപ്പും ഫയർഫോഴ്സും നടത്തിയ തെരച്ചിലിനൊടുവിലാണ് യുവാക്കളെ കണ്ടെത്തിയത്. PJ അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് യുവാക്കളെ കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഇവരെ വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആര്യ, എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് നമുക്ക് വടകരയിൽ നിന്നും വരുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് 3 യുവാക്കളെ ഇവിടെയുള്ള വിലങ്ങാട് വനപ്രദേശത്ത് കാണാതായതായി നാട്ടുകാർ വിവരം അറിയിക്കുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വിവിധ ആളുകൾ വിവിധ മേഖലകളിലുള്ള മീൻസ് പോലീസ്, ഫയർഫോഴ്സ്, വനംവകുപ്പ് എന്നിവർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി സ്ഥലത്ത് പരിശോധന നടത്തുകയായിരുന്നു. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. ഇവർ ആ വനപ്രദേശം കാണുവാൻ വേണ്ടി പോയതാണ് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ആളുകളോട് മൊഴി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വനം വകുപ്പും പോലീസും ഈ യുവാക്കളെ ചോദ്യം ചെയ്യും. എന്തായാലും കുട്ടികൾ എത്തിയതോടുകൂടി അവരെ സുരക്ഷിതമായി പുറത്ത് വനപ്രദേശത്തിൽ നിന്നും പുറത്ത് എത്തിച്ചതിന്റെ ആശ്വാസത്തിലാണ് എന്തായാലും പോലീസ്. ഈ വനപ്രദേശം കാണാൻ പോയ യുവാക്കൾ പിന്നീട് ഇരുട്ട് വീണതിനെ തുടർന്ന് ആണ് ഇവർക്ക് പുറത്തോട്ടുള്ള വഴി കാണാതാവുകയും ആ വഴി തെറ്റി കാട്ടിനകത്ത് അകപ്പെടുകയുമായിരുന്നു. ഈ മലമുകളിൽ വെളിച്ചം കണ്ടതിനെ തുടർന്നാണ് ഈ നാട്ടുകാർ സ്ഥലത്ത് എത്തിയത്. ഇത് പകൽ പോലും ആ കാട്ടിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങാനുള്ള വഴി വളരെ ദുർഘടമായ ഒരു പാതയാണ്. കുത്തനെയുള്ള ചെരുവുകളും എല്ലാം നിറഞ്ഞതാണ്. എന്തായാലും 7 മണിയോടെ തുടങ്ങിയ തെരച്ചിൽ എന്തായാലും വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. യുവാക്കൾ എന്തായാലും സുരക്ഷിതമായി പുറത്തെത്തിച്ചിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യും. എങ്ങനെയാണ് ഇവർ വനത്തിനകത്ത് എത്താനുള്ള സാഹചര്യം? സംരക്ഷിത മേഖല ആയതുകൊണ്ട് തന്നെ ഈ മലബാർ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് നിൽക്കുന്ന ആയതുകൊണ്ട് തന്നെ റിസർവ് ഫോറസ്റ്റ് മേഖലയാണ്. അതുകൊണ്ട് തന്നെ കാട്ടിനകത്ത് അതിക്രമിച്ച് സംഭവം എന്തുകൊണ്ട് അതിക്രമിച്ച് കയറി, എങ്ങനെയാണ് കുടുങ്ങിപ്പോകാനുള്ള സാഹചര്യം എന്നതിനെ കുറിച്ച് പോലീസും വനം വകുപ്പും യുവാക്കളെ ചോദ്യം ചെയ്യും. എന്തായാലും ചോറോട് സ്വദേശികളാണ് ഈ 3 പേരും. 3 ആൺകുട്ടികളാണ്, യുവാക്കളാണ്. ഇവർ സുരക്ഷിതമായി പുറത്തെത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ വിശദമായ ചോദ്യം ചെയ്യലിന് പോലീസും വനം വകുപ്പും വിധേയമാക്കും. ആര്യ.